നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വാരഫലമാണ് നിങ്ങളുടെ ഈ ആഴ്ചയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചത്തെ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി പ്രിയമുള്ള പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വാരത്തിൽ ശുക്രൻ മേടൻ രാശിയിലാണുള്ളത്, വ്യാഴം മിഥുനൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും, ചന്ദ്രൻ ധനുവിലും, 12-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ശനിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ രാശിക്കാർക്കും ഈ വാരഫലം, ഈ വാരക്കാലം ആഴ്ച എപ്രകാരമായിരിക്കുമെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി, ഈ 2 നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി. ഇവിടെ മീനൻ രാശിയിൽ സൂര്യനും ചൊവ്വയും ശനിയും നിൽക്കുന്നുണ്ട്. 2-ാം ഭാവത്തിൽ ശുക്രൻ, 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 12-ാം ഭാവത്തിൽ ബുധൻ, രാഹു. വളരെയധികം കുടുംബക്ലേശങ്ങൾ അനുഭവിക്കേണ്ട വാരമാണിത്. തനുസ്തോരവി തുങ്കേഷ്ടം വിധത്തെ, ഒരു വലിയ വടി പോലെ ആചരിക്കുമെന്നാണ്. ശാരീരികമായ ആരോഗ്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു വടി പിടിക്കുന്ന അവസ്ഥ വരും. പലപ്പോഴും പല സഹായം വേണ്ടിവരും. തനിക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ആരോഗ്യകരമായ പെട്ടെന്നുള്ള സ്ട്രോക്ക് മുതലായ വിഷയങ്ങൾ വന്നാൽ അന്യൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മനസ്സന്തമേ ധാരദായാത വർഗാൽ, ഇവിടെ ഭാര്യാവതിയായ ഗ്രഹം കന്നിരാശിയുടെ അധിപനായ ബുധൻ 12-ലാണ്. ഇവിടെ സൂര്യൻ ലഗ്നത്തിലുമാണ്. തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യാബന്ധുക്കളെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അവരുമായി ബന്ധപ്പെടുന്ന വിവാദങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാം. അതിനാൽ ദാമ്പത്യ വിഷയം വളരെയധികം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാണിതെന്ന് അറിയണം. വപുപീഡിതേ വാദപിത്തേന നിത്തം, വാദപിത്ത രോഗങ്ങളാൽ ശരീരം പീഡിപ്പിക്കപ്പെടും. സവൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതി, ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയോടുകൂടി അങ്ങനെ സഞ്ചരിക്കും. ആത്മീയമായ ദാമ്പത്യ വിഷയങ്ങളെക്കാളും ഫാമിലി ലൈഫിനേക്കാളും ആത്മീയമായ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം 4-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. തപസ്യ എന്നാണ് ഫലം പിടിച്ചിരിക്കുന്നത് 4-ൽ വ്യാഴം വരുമ്പോൾ. അപ്രകാരം തന്നെ 10-ാം ഭാവത്തിലേക്ക് ചന്ദ്രനാണ്. സുഖം ബാന്ധവേഭ്യ ഖഗേ ധർമ്മകർമ്മ സമുദ്രാംഗജെ ശം നരേ സാധിതോപി, രാജാവ് തനിക്ക് ഗുണം വരും. പല ടെസ്റ്റുകളും പരീക്ഷകളൊക്കെ എഴുതി ജോലിയിൽ പ്രമോഷൻ ലഭിക്കാം. അധികാരികളുടെ അംഗീകാരം തനിക്ക് ലഭിക്കും. നവീന അങ്കന വൈഭവേ സുപ്രിയത്വം, കുടുംബത്തിലൊരു പുത്തൻ സന്താനമുണ്ടാകുന്ന സമയത്തിനും വളരെ അനുകൂലമാണ്. തൻ്റെ വാക്കുകൊണ്ട് തനിക്ക് എല്ലാവരെയും കീഴടക്കാൻ പറ്റുന്ന സമയമാണ്. ഇവിടെ സഹോദരങ്ങളല്ല, വാക്കാണ്. കാരണം 2-ാം ഭാവത്തിൽ ശുക്രനാണ്, അത് സഹായപതിയാണ്. ആ ശുക്രൻ സുവാക്യ ശോഭനം വാക്യം യസ്യ സഹ, ശോഭനമായിട്ട് സംസാരിക്കുന്നൊരവസ്ഥയുണ്ടാകും. എങ്കിലും ഇവിടെ ദാമ്പത്യ വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഐക്യമത്യ അർച്ചന പുഷ്പാഞ്ജലി ഭാര്യാഭർത്താക്കന്മാരുടെ പേരിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫാമിലി ലൈഫ് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഡൈവേഴ്സിൻ്റെ വക്ക് വരെ എത്തുന്ന സമയമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കുക. 2 വീലർ ഉപയോഗിച്ചുള്ള യാത്രയും വളരെ ശ്രദ്ധിക്കണം. കാരണം എല്ലാ പാപഗ്രഹങ്ങളും ലഗ്നത്തിൽ നിൽക്കുന്നു. ശിരോജന്യമായ രോഗങ്ങളെ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും വിജയത്തെക്കാളും പരാജയത്തിന് മുൻതൂക്കമാണ്. പക്ഷെ പഠന വിഷയത്തിൽ ശ്രദ്ധിച്ചാൽ കർമ്മമേഖലയിൽ പുതിയ പടവുകൾ കയറാൻ പറ്റും ഉപരിപഠനത്തിലൂടെ. നന്ദി, നമസ്തേ.